നമസ്കാരം. 13 വർഷത്തിന് ശേഷം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി നമ്മുടെ കേരളത്തിലെ കണ്ണൂരിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം പല തവണ പല വഴി മാറിപ്പോയ ഒരു കേസ്, അതിന് ഏറ്റവും ഒടുവിൽ നിർണായകമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഇടപെടൽ NIA ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഒന്നാം പ്രതിയെ തന്നെ കൃത്യമായും ട്രേസ് ചെയ്ത് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു അറസ്റ്റിന് തൊട്ട് പിന്നാലെ ഉണ്ടായ ചില അഭ്യൂഹങ്ങളുണ്ട്. കാരണം ഈ 13 വർഷ കാലയളവിൽ 9 വർഷത്തോളം ഒന്നാം പ്രതിയായിരുന്ന സവാദ് ചിലവഴിച്ചത് കേരളത്തിലായിരുന്നു എന്ന ഒരു വസ്തുത അത് സമ്മാനിക്കുന്ന ആശങ്കകൾ ചെറുതല്ല. എന്തായാലും ഇത്രയും വർഷക്കാലം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് സഹായം ചെയ്തു കൊടുത്ത ആളുകൾ പഴയ PFI പ്രവർത്തകരും ഇപ്പോൾ സജീവമായി നിൽക്കുന്ന SDPIയുടെ പ്രവർത്തകരുമാണ് എന്നുള്ള ചില അഭ്യൂഹങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സവാദിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചില നേതാക്കളിലേക്കൊക്കെ അന്വേഷണം നീളുമെന്നുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും PFI നിരോധനത്തോടു കൂടി PFI അവസാനിച്ചു അല്ലെങ്കിൽ PFIയുടെ വേരറുത്തു എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം PFIയിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ SDPIയിൽ സജീവമായി തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. SDPIയുടെ ഭാവി എന്താവും, എന്നാണ് SDPIക്ക് മേൽ ഒരു നിരോധനം കേന്ദ്രം ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2019 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ UAPA നിയമത്തിൽ ഉൾപ്പെടെ നിർണായകമായ ചില അമെൻമെന്റുകൾ, ചില ഭേദഗതികൾ വരുത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതായിരുന്നു രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില മാറ്റങ്ങൾ. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവർക്ക് കള്ളപ്പണത്തിന്റെ ഇടപാടുണ്ടെങ്കിലോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ഇതേ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശ നാണയ വിനിമയ ചട്ടത്തിന് അതിനെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്നീ കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്രത്തിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. അതിൽ തന്നെ നമുക്കറിയാം കേരളത്തിൽ PFIയുടെ നിരോധനത്തിന് ശേഷം അടിക്കടി SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ റെയ്ഡുകൾ സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ശക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതായത് എന്നായിരിക്കും ഇനി SDPIയുടെ ഒരു നിരോധനം എന്ന വലിയ ചർച്ചയ്ക്കാണ് ഇതൊക്കെ വഴിവെക്കുന്നത്. പേര് മാറിയതുകൊണ്ടോ അല്ലെങ്കിൽ കൊടിയുടെ നിറം മാറ്റിയതുകൊണ്ടോ വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ശൈലിയും ഭാവവും വരികളും മാറ്റിയതുകൊണ്ടോ ഒന്നും ഒരിക്കലും അവർ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം മാറി എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതിന് സിമി ഉൾപ്പെടെയുള്ള പല ഉദാഹരണങ്ങളും ഇതിനു മുൻപ് കേരളത്തിൽ തന്നെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ SDPI ഈ സവാദിന്റെ അറസ്റ്റോടുകൂടി വലിയ ഒരു നിരീക്ഷണത്തിലാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. ഇനി അറിയേണ്ട കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നാണോ അതിനു ശേഷമായിരിക്കും SDPIക്ക് ഒരു നിരോധനം വരിക എന്നത് മാത്രമാണ്. പക്ഷെ മറ്റൊരു വലിയ തടസ്സമുണ്ട്. കാരണം എന്തെന്നാൽ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ SDPIയുടെ നിരോധനം ഒരിക്കലും കേന്ദ്ര മന്ത്രാലയത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്കെടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇല്ലാതെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുക കേന്ദ്രത്തെ സംബന്ധിച്ച് അസാധ്യവുമാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ തന്നെ SDPI ലക്ഷ്യമിട്ടുള്ള ചില നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ നിരോധിച്ച സംഘടനകളുടെ ഭാഗമായിരുന്ന തീവ്ര നിലപാടുകാർ SDPIയിലേക്ക് ചേക്കേറും എന്നത് തന്നെയാണ് കേന്ദ്രം ഇതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കേന്ദ്ര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ വളരെ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ അടിസ്ഥാനമായി പറയപ്പെടാവുന്നത്. എന്തായാലും വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ SDPIക്കെതിരെ ഉയരും എന്നുള്ളത് സത്യമാണ്. അതിനിടയിലാണ് ഇത്രയധികം കുപ്രസിദ്ധമായ ഒരു കേസിലെ ഒന്നാം പ്രതി SDPIയുടെ നേതാക്കളുടെ സഹായത്തോടു കൂടിയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരിന് ശക്തമായ ഒരു ആയുധമായി തന്നെ SDPIക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.